ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ റംസാൻ സ്റ്റാർട്ട് ചെയ്തു. റംസാൻ ഒന്നാണ്. ഞാൻ വിചാരിച്ചു റംസാൻ വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇപ്പം അത്താഴത്തിന് മേടിക്കുകയാണ്. അതിന് ഫുഡൊക്കെ കഴിച്ചാലും പോയിട്ട് ഇപ്പോൾ സമയം 4:30 5:30 ബാങ്ക് കൊടുക്കുക. അപ്പോൾ അതിന് മുന്നിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇത് ബാക്കി ശേഷമാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്നത് ചോറാണ് കഴിക്കുന്നത്. അത്താഴത്തിന് ചോറ് കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. അതാണ് ഞാൻ ചോറ് കഴിക്കുമെന്ന് വിചാരിച്ചു. ചോറും പിന്നെ തക്കാളിക്കറിയും പപ്പടവും ഫിഷ് ഫ്രൈയും ആണ് കഴിച്ചത്. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഒരു പഴവും കഴിച്ച് ഞാൻ എൻ്റെ അത്താഴം ഫിനിഷ് ചെയ്തു. ഇനി ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങണം. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേന് ഇവിടെ പത്തിരി പണി സ്റ്റാർട്ട് ചെയ്ത് പത്തിരി പണി തീരാനായിരിക്കുന്നു. പത്തിരി അതിന് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഉമ്മ അപ്പുറത്ത് ചൂടാണ് പത്തിരി. ഉമ്മ അവിടെ പുറത്ത് വെച്ചിട്ടോ പത്തിരി ചുടുന്നത്. അപ്പം ഞാൻ എന്താ ഇവിടെ വെച്ച് ചുടുന്നതെന്ന് ചോദിക്കുകയാണ് ഉമ്മാനോട്. ഉമ്മ പുറത്ത് വെച്ച് ചുട്ട പത്തിരി വേണം. പിന്നെ ഒരുപാട് പത്തിരിയുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ചുടാനാണ് സുഖം, അതാണ് ഇവിടെ വെച്ച് ചുടാന്ന് അങ്ങനെ ഉമ്മാനോട് ചോദിക്കുകയും. നമ്മളാ അടുപ്പ് സാധാരണ യൂസ് ചെയ്യല് നമ്മൾ ഒരുപാട് ബിരിയാണിയൊക്കെ വെക്കുമല്ലോ, 5 കിലോ 6 കിലോനൊക്കെ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴാണ് നമ്മൾ സാധാരണ പുറത്തേക്ക് കല്ലൊക്കെ വെച്ച് അടുപ്പ് സെറ്റാക്കിയിട്ട് ഉപയോഗിക്കല്. ഞാൻ നീറ്റ് വന്നപ്പോഴത്തേന് ഇവിടെ അടുപ്പൊക്കെ സെറ്റാക്കി പുറത്ത് പത്തിരി ചൂടാൻ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല, നമ്മളെ പള്ളിയിലത്തെ ഉസ്താദും ഉണ്ടാവും നമ്മളെ കൂടെ. എന്നല്ല 30 നോമ്പിനും ഉണ്ടാവും നമ്മളെ കൂടെ. കറിക്കുള്ളൊക്കെ ഇവിടെ സെറ്റാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മ. ചിക്കൻ കറിയാണ്. നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്ന. പത്തിരിക്ക് തേങ്ങ വറുത്തരച്ച കറി കഴിക്കാനാണ് രസം. നമ്മൾ വറുത്തരക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ റെഡിയാക്കുന്ന വറുത്തരക്കുന്നൊക്കെ 10 മണി. ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വന്ന് അപ്പത്തേക്ക് ഇവിടെ കറിയൊക്കെ റെഡി ആയിക്കുന്നു. ഞാൻ വൈകുന്നേരത്തേക്കുള്ള പലഹാരം പൊരിച്ച കടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അതിന് ഷീറ്റൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു, മറന്നുപോയി വാങ്ങിക്കാൻ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞാൻ വന്നപ്പോഴത്തേന് കറിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ തരിക്കഞ്ഞിക്ക് വേണ്ടിയിട്ടാട്ടോ ഈ കലത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും എന്തിനാ അത്രയും വലിയൊരു ചെമ്പ് മൊത്തം ഒരു കലം നിറച്ച് എന്തിനാ തരിക്കഞ്ഞി വിചാരിക്കും. നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളവിടുത്തെ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ നിന്നാണ് എല്ലാ നോമ്പിനും പള്ളിക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കി കൊടുക്കല്. ഒരു കലം നിറച്ചും വേണമല്ലോ, പള്ളിയിൽ ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പം സഹായത്തിന് ഉപ്പയും ഉമ്മയും എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെയാണ് തരിക്കഞ്ഞി ഉണ്ടാക്കിയത്. തരിക്കഞ്ഞി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. എനിക്കും ഇഷ്ടമല്ല, നാത്തൂനും ഇഷ്ടമല്ല. വീട്ടിലാകപ്പാട് കഴിക്കുന്ന ഉമ്മയും ഉപ്പയാണ് കഴിക്കുന്നത്. വേറെ ആരും കഴിക്കൂല, ആർക്കും ഇഷ്ടമല്ല തരിക്കഞ്ഞി. എല്ലാരും പറയും നോമ്പിന് തരിക്കഞ്ഞിയാണ് കുടിക്കേണ്ടത്, ക്ഷീണത്തിനൊക്കെ നല്ലതാന്നൊക്കെ പറയും. പക്ഷെ എന്തോ അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് കഴിക്കാറില്ല. തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പൊരികടികളാണ് ഉണ്ടാക്കാനുള്ളത്. പൊരികടി സമൂസയും കട്ട്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. സമൂസക്ക് കട്ട്ലേറ്റും മറ്റേ മസാല മിക്സ് രണ്ടിനും ഒന്നിനും ഉപയോഗിക്കാന്ന് വിചാരിച്ചു. ഒരേ മിക്സ് തന്നെ നമ്മൾ ഇനി വെവ്വേറെ ആക്കണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് എളുപ്പം അതാണല്ലോ. നോമ്പിനൊക്കെ അങ്ങനെയാണ് എളുപ്പം. സമൂസന്റെ ഉള്ളിൽ വറക്കാനുള്ള മിക്സും പിന്നെ കട്ട്ലേറ്റക്ക് നമ്മൾ ആക്കാനുള്ള മിക്സ് രണ്ടും ഒന്നായിട്ട് ഉണ്ടാക്കുന്നു. kണ്ടിട്ട്
ചിക്കൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിയും പച്ചമുളകും കൂടി നമ്മളിട്ട് മഞ്ഞൾപ്പൊടിയും, സാധാരണ ഈ സമൂസയിലൊക്കെ എല്ലാവരും മഞ്ഞൾപ്പൊടിയും മാത്രം ഇടല്, പക്ഷെ എനിക്ക് മഞ്ഞൾപ്പൊടിയും ഞാൻ മുളകും പൊടിയും മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നു. ചിക്കൻ കട്ട്ലേറ്റും ചിക്കൻ സമൂസ ഉണ്ടാക്കണം, അപ്പോൾ നല്ല സ്പൈസിയും എരിവുള്ളിയൊക്കെ വേണം അവിടെ. ഞാൻ അതൊക്കെ യൂസ് ചെയ്യും, എല്ലാം യൂസ് ചെയ്തു മസാലയിൽ. പിന്നെ ചിക്കൻ ക്രഷ് ചെയ്തെടുക്കുക, ഉരുളൻകിഴങ്ങ് കുഞ്ഞി ഉടച്ച് വെച്ച് അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ മിക്സ് രണ്ടിക്കുള്ള മിക്സ് റെഡി. ഇതാണ് നമുക്ക് എളുപ്പം ചെയ്യാൻ എളുപ്പം. നമ്മൾ നോമ്പിൻ്റെയൊക്കെ നമുക്ക് ഒരുപാട് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. നോമ്പ് ഇട്ടിട്ടല്ല നമ്മളിങ്ങനെ പണിയെടുക്കുന്നപ്പോൾ നമ്മൾ എന്തൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും നമ്മൾ അതേപോലെ എളുപ്പം ചെയ്യാം. കട്ട്ലേറ്റിനുള്ളതും സമോസക്കുള്ളതും മിക്സ് ഞാൻ വെവ്വേറെ മാറ്റി വെച്ച് അതിൽ കട്ട്ലേറ്റിൻ്റെ മിക്സിൽ മാത്രം ഞാൻ കുറച്ച് റസ്ക് പൊടിച്ച പൊടി അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് നല്ല കുഴച്ചെടുത്തിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി വെക്കുക. പിന്നെ നമ്മളത് മുട്ടയിലും പിന്നെ റസ്കിൻ്റെ പൊടിയിലും മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക. സമൂസൻ്റെ മിക്സിൽ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട, ആ മിക്സ് അതേപോലെ തന്നെ നമ്മൾ സമൂസൻ്റെ ഷീറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യുക, എന്നിട്ട് വറുത്തെടുക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം തന്നെ നമ്മളിതൊക്കെ സെറ്റാക്കി വെക്കും, ഇപ്പം തന്നെ വറുത്തെടുക്കുമല്ലോ. നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നൊക്കെ ആയിട്ട് വറുത്തെടുക്കുള്ളൂ. അത് നമുക്ക് ചൂടായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആദ്യം ഇതൊക്കെ സെറ്റാക്കി വെക്കുക. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് ഒക്കെ റെഡി ആയതിന് ശേഷം പിന്നെ നമ്മൾ ബാങ്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുത്തുണ്ട്. ബാങ്കിൻ്റെ വിളി കേൾക്കാൻ വേണ്ടിയിട്ട് മൊയിലാരെന്താ ബാങ്ക് കൊടുക്കാത്തത്, മൊയിലാര് ബാങ്ക് കൊടുക്കാൻ മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞ് വിച്ചുമ്പയും പറഞ്ഞ് എല്ലാവരും കൂടി ബാങ്ക് കൊടുക്കണോ നോക്കി ഇങ്ങനെ പുറത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും എല്ലാവരും. ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുന്നായിട്ട് നമ്മൾ ടേബിളൊക്കെ സെറ്റാക്കി ഫ്രൂട്ട്സും പത്തിരിയും പൊരികടികളും പിന്നെ വെള്ളം ഒക്കെ റെഡിയാക്കി നമ്മൾ വെച്ച്, നമ്മൾ പത്തിരി നോമ്പറക്കുമ്പോൾ തന്നെ നമ്മളിതിൽ കൂടെ തന്നെ നമ്മൾ പത്തിരി കഴിക്കും കേട്ടോ. അത് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാതെ. ചില ദിവസത്തെ നോമ്പിൻ്റെ കാഠിന്യം പോലെ ഇരിക്കും. നല്ല ക്ഷീണമുള്ള ദിവസവും നല്ല വിശപ്പുള്ളൊക്കെ സമയത്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോമ്പ് തുറന്നാൽ അവിടെ തന്നെ പത്തിരി കഴിക്കും, അല്ലെങ്കിൽ ഫ്രൂട്ട്സും പൊരികടികൾ കഴിച്ച് പിന്നെ കുറേ കഴിഞ്ഞിട്ടാവും കഴിക്കാം. അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു നോമ്പ് തുറ. മാഷാ അല്ലാഹ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.